ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സൺഡേ വ്ളോഗാണ്. സൺഡേ രാവിലെ ഒരു 7:30 ആയി ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അടുക്കള ഓണായിരുന്നു. അതുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ തലേന്ന് നല്ലൊരു മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി കരിയില അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് അടിച്ചൊതുക്കി അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് അതൊക്കെ ഒന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടി. ഇതാണ് പണി. ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എന്ന പണിയാണ്. അവളുടെ മെയിൻ പരിപാടി ഇതൊക്കെ വലിച്ചു വാരി ഇടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ കുറേ സമയത്തിന് ശേഷം അതൊക്കെ അടിച്ചൊതുക്കി ഈ അവസ്ഥയിലേക്ക് നമ്മുടെ റൂമിനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞിപ്പെണ്ണിനെ എണീപ്പിക്കാം. ഒരു 10 മണിയൊക്കെ ആയി സമയം. എന്നിട്ടും ആൾ ഇതുവരെ എണീറ്റ് വന്നിട്ടില്ല. അപ്പോൾ ആളെ വിളിച്ചിട്ട് ആൾ എണീറ്റ് പോരാൻ കൂട്ടാക്കുന്നേ ഇല്ല. പിന്നെ ഞാനൊരു വിധത്തിൽ അതും ഇതൊക്കെ പറഞ്ഞ് ആളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നു. പല്ലൊക്കെ തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു ബ്രഷൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പല്ലൊക്കെ തേച്ചോളും. അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ കുറച്ച് ചായയും സ്നാക്സൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ പണിക്ക് ഇറങ്ങി. എനിക്ക് പണി തരിക എന്നുള്ളതാണ് മെയിൻ പരിപാടി. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം വലിച്ചു വാരിയിടലാണ് പരിപാടി. അപ്പോൾ ചേട്ടൻ രാവിലെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കപ്പ ഇരിപ്പുണ്ട്. അപ്പോൾ കപ്പയും ചിക്കനും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എനിക്കാണെങ്കിൽ കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പരിപാടിക്ക് പോയി. അപ്പം വേനലായതുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തുണിയൊക്കെ കുറച്ച് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്തതുകൊണ്ട് ആ തുണിയൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് നനച്ചിട്ടു. അപ്പോൾ എനിക്ക് നനയ്ക്കാനായിട്ടും എടുത്തു തരാനൊക്കെ ആയിട്ട് ഹെൽപ്പിന് ആളുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എല്ലാത്തിനും നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കാണണം. അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ റെഡിയായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ കൂടുതൽ അടുപ്പിലാണ് ചിക്കൻ വയ്ക്കാറ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അടുപ്പിൽ വയ്ക്കുന്നത് ചിക്കന്. അപ്പോൾ ചിക്കൻ റെഡിയായി. ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പപ്പുഴുക്കാണ്. അപ്പം നമുക്ക് കപ്പപ്പുഴുക്കും ചിക്കനുമാണ് ലഞ്ചിന്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചെടുക്കണം. ഒരു 12 മണിയോടെ ആൾ കുളിക്കാറുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ ഉറക്കമാണ് പതിവ്. പക്ഷേ ഇന്ന് 10 മണിക്ക് എഴുന്നേറ്റ് കാരണം കൊണ്ട് തീരെ ഉറങ്ങാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തല നനയ്ക്കൽ ആൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. പക്ഷേ വെള്ളത്തിൽ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ കുളിപ്പിച്ച് കയറ്റി കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യിക്കുകയാണ്. മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്കും ഐഷാഡോ ഒക്കെ ഉണ്ടെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പൊട്ടൊക്കെ കുത്താനും പിരികൊക്കെ എഴുതാനൊക്കെ ആളിങ്ങനെ കിടന്നു വരും. അപ്പോൾ ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് പൊട്ടൊക്കെ കുത്തി സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് എവിടെയോ പോകാമെന്നാണ് കൊച്ചിൻ്റെ വിചാരം. പക്ഷെ ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചന്ദനം തൊടൽ പതിവാണ്. അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ചന്ദനം വേണമെന്ന് പറയും. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുടിയൊക്കെ ഈരി വെച്ച് ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടപ്പിയായി. ഇനി എവിടെയെങ്കിലും പോവാമെന്നാണ് ആൾ പറയുന്നത്. ടാറ്റ പോവാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പം ജനലൊക്കെ കയറിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതൊക്കെ ആളുടെ മെയിൻ സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കപ്പപ്പുഴുക്കും ചിക്കനും കഴിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലേക്കാണ്. പറമ്പിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. സൺഡേ അല്ലേ, പിന്നെ മഴ വരുമല്ലേ. അപ്പം മഴയ്ക്ക് മുന്നേ തന്നെ റബ്ബർ മൊത്തം ഷെയ്ഡ് ഇട്ട് തീർക്കണം. അപ്പോൾ ഷെയ്ഡ് ഇടുന്നത് അച്ഛനും അമ്മയൊക്കെ തന്നെ എല്ലാവരും കൂടെയാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ ടാറൊക്കെ ഉരുക്കി തേച്ച് അതിൻ്റെ മുകളിൽ ഈ പേപ്പർ വച്ച് ഒട്ടിച്ചിട്ടാണ് ഷെയ്ഡ് ഇടുന്നത്. അപ്പം ഈ മഴ പെയ്യുമ്പം ഈ പാലിലൊക്കെ വെള്ളം വീഴാതെ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയ്ഡ് ഇടുന്ന പരിപാടി. ഇനിയൊരു ബ്ലൂ കളർ ഒരു തൊപ്പി പോലത്തെ ഒരു ഐറ്റം കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റാവും. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തുകൊണ്ട് അത് പകുതിയൊക്കെ നിന്ന് പോയി. പിന്നെ ഒരു 3 മണി 4 മണിയൊക്കെ ആയി സമയം. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കേണ്ട സമയം. ഇനി ഉറങ്ങിയില്ലെങ്കിൽ ആൾ മൂശാട്ടയോ. അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത് ഉറക്കി. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.